module. Okay. The technique of data collection generally refers to the methods of selecting the units from which the primary data are to be collected from the universe. നമ്മുടെ യൂണിവേഴ്സിൽ നിന്നും പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ടെക്നിക്ക് ഓഫ് ഡേറ്റ കളക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ടെക്നിക്ക് ഓഫ് ഡേറ്റ കളക്ഷൻ എന്ന്. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ അഥവാ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. The group of individuals or units under our study is known as population or universe. ഈ പറഞ്ഞ പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ് രണ്ട് ടൈപ്പിലുണ്ട്. ഫൈനൈറ്റ് യൂണിവേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് യൂണിവേഴ്സും ഉണ്ട്. നമ്മൾ ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും ഒക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ? ഫൈനൈറ്റ് സെറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ക്ലോസ്ഡ് ആയിട്ടുള്ള സെറ്റ്, അതായത് 1 തൊട്ട് 10 വരെ എന്നൊക്കെ പറയുന്നതാണ് ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ്. ഇൻഫൈനൈറ്റ് എന്ന് വെച്ചാലോ ഇൻഫിനിറ്റി വരെ 1 2 3 എക്സെട്ര, നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല, അങ്ങനെ പോകുന്ന സെറ്റിനെ വിളിക്കുന്ന പേരായിരുന്നു ഇൻഫിനിറ്റ് സെറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ് എന്നൊക്കെ. അപ്പോൾ അതുപോലെ ഇവിടെ ഫൈനൈറ്റ് പോപ്പുലേഷനും ഉണ്ട്, ഇൻഫിനിറ്റ് പോപ്പുലേഷനും ഉണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഫൈനൈറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആയിരിക്കും ഉള്ളത്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ചെറിയൊരു പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ, നൈപുണ്യയിലെ സ്റ്റുഡൻസിൻ്റെ നമ്പർ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമല്ലോ എങ്ങനെയാണെങ്കിലും, അല്ലേ? ഇനി ഇൻഫിനിറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കടപ്പുറത്തെ മണ്ണിൻ്റെ എണ്ണം അല്ലെങ്കിൽ കടലിലെ തിരയുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമില്ല, അത്രയ്ക്കുണ്ട്, ഒരുപാടുണ്ട്. അങ്ങനത്തെ പോപ്പുലേഷനെ വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. ഓക്കെ. പൊതുവെ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ 2 മെത്തേഡ്സ് അല്ലെങ്കിൽ 2 ടെക്നിക്സ് ആണുള്ളത്. ദാറ്റ് ഈസ് സെൻസസ് ടെക്നിക് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ ടെക്നിക്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് സാമ്പിൾ ടെക്നിക്. അപ്പോൾ 2 ടെക്നിക്സാണ് മെയിനായിട്ടുള്ളത്, സെൻസസ് ടെക്നിക്കും അതുപോലെ തന്നെ സാമ്പിൾ ടെക്നിക്കും. നമുക്ക് ആദ്യത്തേത് നോക്കാം, ഡേറ്റ കളക്ഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന്. ആദ്യത്തേത് സെൻസസ് മെത്തേഡ്. സെൻസസ് മെത്തേഡ് ഈസ് എ ടെക്നിക് ഓഫ് എൻക്വയറി conducted by which information is collected from the entire units of the universe. If the average marks obtained by the students of a particular class is studied, the census method is applied. In this method, complete enumeration is done. ഈ പറയുന്ന സെൻസസ് മെത്തേഡിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ ആണ് ചെയ്യുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഒരു എൻക്വയറി നടക്കാൻ നേരത്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന പോപ്പുലേഷൻ ഏതാണോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി എടുത്തേക്കുന്ന സെറ്റ് ഏതാണോ ആ ഫുൾ പോപ്പുലേഷനെയും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും, അല്ലെങ്കിൽ അവരുമായിട്ട് സർവേ നടത്തി ഡേറ്റ കളക്ട് ചെയ്യും. അതാണ് സെൻസസ് മെത്തേഡ്. ആരെയും വിട്ട് കളയത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ കംപ്ലീറ്റ് എന്യൂമറേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ. മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. ആദ്യം മെറിറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് അക്യുറേറ്റ് ആൻഡ് റിലയബിൾ. നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കും, അതുപോലെ വിശ്വസ്തതയുള്ളതായിരിക്കും അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായിരിക്കും. രണ്ടാമത്തേത് സ്യൂട്ടബിലിറ്റി. യൂണിവേഴ്സ് സ്മോൾ ആണെങ്കിൽ, പഠിക്കാനെടുക്കുന്ന പോപ്പുലേഷൻ ചെറുതാണെങ്കിൽ ഈ മെത്തേഡ് ബെറ്റർ ആയിരിക്കും. എറർ ഫ്രീ. സാമ്പിളിംഗ് എറേഴ്സൊക്കെ പൊതുവെ ഈ മെത്തേഡിൽ കുറവായിരിക്കും. നാലാമത്തെ മെറിറ്റ് എക്സ്റ്റെൻസീവ് സ്റ്റഡി. എക്സ്റ്റെൻസീവ് ആൻഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദ യൂണിറ്റ്സ് ഇസ് മെയ്ഡ് പോസിബിൾ. ഇവിടെ സെൻസസ് മെത്തേഡിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. അഞ്ചാമത്തെ മെറിറ്റ് ഇൻഡിസ്പെൻസിബിൾ. ഈ മെത്തേഡ് ചില കേസിലെങ്കിലും ഇൻഡിസ്പെൻസിബിൾ ആണ്. ദെൻ ആറാമത്തത് ഹെട്രോജീനിയസ് യൂണിറ്റ്സ്.
This method is the most important method which is applicable to examine heterogeneous units. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹോമോജീനിയസ് യൂണിറ്റിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. ഹെട്രോജീനിയസ് യൂണിറ്റ്സ് വരാൻ നേരത്ത് പല വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റുകൾ വരാൻ നേരത്ത് പഠിക്കാൻ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് സെൻസസ് മെത്തേഡാണ്. ദെൻ ഇത് പല പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ വേരിയസ് പർപ്പസസ്. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള സെൻസസ് മെത്തേഡിൻ്റെ മെറിറ്റ്സ്. നൗ ഡീമെറിറ്റ്സ്. ഒന്നാമത്തേത് കോസ്റ്റ്ലി ആണ്. കാരണം കുറേ എന്യൂമറേറ്റേഴ്സ് വേണം. അപ്പോൾ കുറേ പേര് നേരിട്ട് ചെന്ന് കണ്ട് ഇൻ്റർവ്യൂ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. സിമിലർലി ടൈം കൺസ്യൂമിങ്ങുമാണ്. നമ്മളെല്ലാവരെയും കണ്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമയം കൂടുതലെടുക്കും. മൂന്നാമത്തേത് അൺസ്യൂട്ടബിലിറ്റി. ഇത് ഫൈനൈറ്റ് സെറ്റിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇൻഫിനിറ്റ് സെറ്റിന്, യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നാലാമത്തേത് ക്രീപ്പിംഗ് ഇൻ ഓഫ് എറേഴ്സ്. ലാർജ് വോളിയൂം ഓഫ് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയ എറേഴ്സ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കാര്യം പോപ്പുലേഷനിലുള്ള എല്ലാവരെയും കണ്ടല്ലേ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ എല്ലാം കൂടെ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ചെറിയ എറേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയാണ് സെൻസസ് മെത്തേഡിനെ പറ്റി പറയുന്നത്. Now the second method is sample survey, sample technique or sampling. സാമ്പിളിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സാമ്പിളിംഗ് തന്നെ പല ടൈപ്സ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് സാമ്പിളിംഗ്, അങ്ങനെ കുറച്ച് അധികം ഡീറ്റെയിൽസ് വരുന്നൊരു ടോപ്പിക്കാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എന്താണെന്നൊന്ന് ആദ്യം ഓർക്കുക. എന്തായിരുന്നു സാമ്പിളിംഗ്? അതൊരു ഡേറ്റ കളക്ഷൻ ടെക്നിക്കാണ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് ഇൻസ്പെക്ടിങ് ഓർ സ്റ്റഡിങ് only a selected representative and adequate fraction of the population. ഇപ്പോൾ നിങ്ങൾ സാധാരണ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ചേർത്തല ഏരിയയിലെ കോവിഡ് പോസിറ്റീവായിട്ടുള്ള കേസുകളുടെ എണ്ണം നവംബർ മാസത്തിൽ, 2020 നവംബറിൽ ചേർത്തല എന്ന് പറയുന്ന ലൊക്കാലിറ്റി അല്ലെങ്കിൽ ചേർത്തല ടൗണിൽ ഉണ്ടായ കോവിഡ് പോസിറ്റീവ് കേസസിൻ്റെ എണ്ണമാണെന്ന് വിചാരിക്കുക. എല്ലാ വീടുകളിലും കയറി സർവേ ചെയ്യാൻ പറ്റുമോ? ഒരു പക്ഷേ നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ ചെയ്യുന്നത് ആ ചേർത്തല ഫുൾ ഏരിയയ്ക്ക് പോകും. ഇപ്പോൾ 10,000 പീപ്പിൾ ഉണ്ടെങ്കിൽ 10,000 പേരുടെ അടുത്തും പോകത്തില്ല. റാൻഡമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് ചിലപ്പോൾ ഒരു 100 പേരുടെ അടുത്തും അല്ലേ നിങ്ങൾ സർവേ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനത്തെ മെത്തേഡാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു സെലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ചെറിയൊരു ഫ്രാക്ഷനെ മാത്രം എടുത്ത് പഠിക്കുന്നു. വലിയൊരു കാര്യമാണ് പഠിക്കേണ്ടത്, പക്ഷേ ആ വലിയ സംഭവം മൊത്തത്തിൽ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് ചെറിയൊരു പാർട്ട് എടുത്ത് മാത്രം പഠിക്കുന്നു. അതാണ് സാമ്പിളിംഗ്. The representative part of population from which the data is collected is called a sample. ഈ വലിയ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന, പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ചെറിയ പാർട്ട്, ആ ചെറിയ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം സുഖമായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് പലരും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന്. നിങ്ങളുടെ ബോഡിയിൽ ഫുള്ള് ബ്ലഡ് ഉണ്ടല്ലോ, ആ എല്ലാ ബ്ലഡും എടുത്ത് ടെസ്റ്റ് ചെയ്യുമോ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ? ഇല്ല. പകരം എന്ത് ചെയ്യും? വിരലിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ജസ്റ്റ് ഒന്ന് സൂചി കൊണ്ട് സ്ട്രൈക്ക് ചെയ്ത് ചെറിയൊരു ബ്ലഡിൻ്റെ പോർഷനാണ് എടുക്കുന്നത് അല്ലേ? അതിന് നമ്മൾ സാമ്പിൾ എടുത്തു എന്നല്ലേ പറയുന്നത്? ആണല്ലോ. അതെന്താ കാര്യം? ബ്ലഡ് എന്ന് പറയുന്നത് ദേഹം മൊത്തം ഉണ്ട്, അതിൽ നിന്നൊരു ചെറിയൊരു പാർട്ട് നമ്മൾ പഠിക്കാനെടുത്തു, അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നറിയാൻ. ഇത് തന്നെയുള്ളൂ സാമ്പിൾ എന്ന് പറയുന്നത്. ഫുൾ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ചെറിയ പാർട്ടാണ് സാമ്പിൾ. Now the essentials of a good sample. ഒരു നല്ല സാമ്പിളിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ഇറ്റ് മസ്റ്റ് ബി റെപ്രസെൻറ്റേറ്റീവ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളിന്
ആ യൂണിവേഴ്സുമായിട്ട് സിമിലർ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടായിരിക്കണം, റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം ട്രൂലി. ദെൻ രണ്ടാമത്തേത് ഇറ്റ് മസ്റ്റ് ബി ഹോമോജീനിയസ്. ആ യൂണിവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏകദേശം സിമിലർ ആയിട്ടുള്ള പോർഷൻ ആയിരിക്കണം സാമ്പിളായിട്ട് എടുക്കേണ്ടത്. മൂന്നാമത്തേത് സാമ്പിൾസ് മസ്റ്റ് ബി അഡിക്വേറ്റ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൂടുതൽ റിലയബിൾ ആകാൻ വേണ്ടിയിട്ട് എ ഗുഡ് നമ്പർ ഓഫ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ വേണം സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. മോസ്റ്റ് അഡിക്വേറ്റ് എന്ന് തോന്നുന്നതിനെ മാത്രമേ സാമ്പിളായിട്ട് എടുക്കാവുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ടേംസ് ഉണ്ട്, സാമ്പിൾ ഡിസൈനും സാമ്പിളിംഗ് എറേഴ്സും. 1 മാർക്കിനൊക്കെ വരാറുള്ളതാണ് സാമ്പിൾ ഡിസൈൻ എന്താണ്, സാമ്പിളിംഗ് എറേഴ്സ് എന്താണെന്നൊക്കെ നോക്കാം. ആദ്യത്തേത് സാമ്പിൾ ഡിസൈൻ. എ സാമ്പിൾ ഡിസൈൻ ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. തന്നിരിക്കുന്ന ഒരു പോപ്പുലേഷനിൽ നിന്നും നമുക്ക് സാമ്പിൾ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ ഡിസൈൻ. ഇറ്റ് ഓൾസോ സേസ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. ഈ സാമ്പിൾ ഡിസൈൻ ചെയ്തിട്ടാണ് എത്ര നമ്പർ ഓഫ് ഐറ്റംസിനെ സാമ്പിളായിട്ട് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതാണ് സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നതാട്ടോ സാമ്പിൾ ഡിസൈൻ. Then sampling errors. Sampling errors are variations in the sample estimates around the population parameters. നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിൽ നിന്നും വരുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വ്യതിയാനങ്ങളെ വിളിക്കുന്ന പേരാണ് എറേഴ്സ് എന്ന്. ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് സാമ്പിൾ. പൊതുവെ സാമ്പിളിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സാമ്പിളിംഗ് എററും സാമ്പിളിൻ്റെ സൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒരെണ്ണം കൂടിയാൽ മറ്റേത് കുറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചേർത്തലയിൽ 10,000 പേരുണ്ട്, പക്ഷെ 100 പേരെ എടുത്താൽ പഠിക്കുന്നതെന്ന് വെച്ചോ. പക്ഷെ ആ 100 പേരെ എടുത്ത് പഠിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ സ്റ്റഡി തെറ്റായി പോകും. അപ്പോൾ 10,000 പേരെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 1,000 പേരെയെങ്കിലും എടുത്ത് പഠിച്ചാൽ ഒരു പക്ഷേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കുറച്ചുകൂടെ അഡിക്വേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ റിലയബിൾ ആയിരിക്കും. അപ്പോൾ എറർ കുറയാനുള്ള ചാൻസ് കൂടും. സാമ്പിൾ സൈസ് കൂടാൻ നേരത്ത് സാമ്പിളിംഗ് എറർ കുറയുന്നു. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്. സാമ്പിളിംഗ് ടെക്നിക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ഇറ്റ് സേവ്സ് ടൈം ആൻഡ് ലേബർ. സാമ്പിളിംഗ് ടെക്നിക്ക് നമുക്ക് ടൈമും അതുപോലെ തന്നെ ലേബറും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തേത്, റെഡ്യൂസസ് കോസ്റ്റ്. നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും. ദെൻ മോർ റിലയബിൾ റിസൾട്ട്സ്. പ്രോപ്പറായിട്ടുള്ള സാമ്പിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കിട്ടുന്ന റിസൾട്ട് കുറച്ചുകൂടെ റിലയബിൾ ആയിരിക്കും. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ. Then suitability. If the population under study is infinite, sampling method is the only suitable method to be used. ഇൻഫിനിറ്റ് ആയിട്ടുള്ള പോപ്പുലേഷനാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ എപ്പോഴും ഈ മെത്തേഡാണ് കൂടുതൽ സ്യൂട്ടബിൾ. സാമ്പിളിംഗ് മെത്തേഡാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ ഡിഗ്രി ഓഫ് അക്യുറസി. സെൻസസ് മെത്തേഡിനേക്കാളും കുറച്ചുകൂടെ അക്യുറസി കൂടുതലായിരിക്കും പോപ്പുലേഷൻ വലുതാണെങ്കിൽ. ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അഥവാ മെറിറ്റ്സ്. നൗ ഡിമെറിറ്റ്സ് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്. ഫസ്റ്റ് വൺ, illusory conclusion. If a sample inquiry is not carefully planned and executed, the conclusion may be inaccurate and misleading. നമ്മൾ സാമ്പിൾ എൻക്വയറി കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന കൺക്ലൂഷൻ തെറ്റായിരിക്കും അല്ലെങ്കിൽ മിസ്ലീഡിങ് ആയിരിക്കും. രണ്ടാമത്തത്, സാമ്പിൾ നോട്ട് റെപ്രസെൻറ്റേറ്റീവ്. സാമ്പിളിനെ റെപ്രസെൻറ്റേറ്റീവ് ആക്കി മാറ്റുന്നത് കുറച്ച് പാടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവ് അല്ലാണ്ട് വന്നാൽ
കിട്ടുന്ന റിസൾട്ട് ഫോൾസ് ആൻഡ് മിസ്ലീഡിങ് ആവും. മൂന്നാമത്തത് റിക്വയർസ് ദ സർവീസ് ഓഫ് എക്സ്പേർട്സ്. നമ്മുടെ കൂട്ടത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരില്ലെങ്കിൽ പുറത്തുനിന്ന് എക്സ്പേർട്സിനെ വിളിച്ച് ഈ സാമ്പിൾ ഡിസൈനൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ ഒന്നും അറിയാത്ത ഒരാൾക്ക് സാമ്പിൾ ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ നാലാമത്തത് കോംപ്ലിക്കേറ്റഡ് പ്ലാൻ. Sometimes the sampling plan may be complicated and require more money, labor and time than the census method. കുറച്ച് വലിയൊരു പ്രോജക്റ്റാണ് എങ്കിൽ അവിടെ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കൂടുതൽ ലേബേഴ്സ് വേണ്ടി വരും, അതിന് എക്സ്പേർട്ടായിട്ടുള്ള ലേബേഴ്സ് വേണ്ടി വരും, കൂടുതൽ സമയം എടുക്കും, ഒരുപക്ഷെ കൂടുതൽ പൈസയൊക്കെ ചിലവാകാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത്രയുമാണ് സാമ്പിളിംഗ് ടെക്നിക്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി മെയിനായിട്ട് സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ആദ്യത്തെ സെൻസസ് മെത്തേഡിൽ എല്ലാ പോപ്പുലേഷനിൽ നിന്നും എൻ്റയർ യൂണിറ്റ് ഓഫ് പോപ്പുലേഷനിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുന്നു. പക്ഷേ സാമ്പിളിംഗ് മെത്തേഡിലാണെങ്കിലോ റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റിൽ നിന്ന് മാത്രമേ ഡേറ്റ കളക്ട് ചെയ്യുന്നുള്ളൂ. ആ റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? സാമ്പിൾ. ഓക്കെ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, സെൻസസ് മെത്തേഡിൽ എല്ലാ ഇൻഡിവിജ്വൽ ഐറ്റംസും പഠിക്കുന്നത് കൊണ്ട് തന്നെ അക്യുറസി കൂടുതലാണ്. അതേസമയം സാമ്പിളിംഗ് മെത്തേഡിൽ കുറച്ച് സെലക്റ്റഡ് ഐറ്റംസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, സാമ്പിളിനെ മാത്രമേ എടുത്ത് പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ ഇൻഅക്യുറേറ്റ് ആയിരിക്കാം കിട്ടുന്ന ഇൻഫർമേഷൻ. മൂന്നാമത്തത്, പൊതുവെ സെൻസസ് മെത്തേഡാണ് കൂടുതൽ ടൈം കൺസ്യൂമിങ്. സാമ്പിൾ സർവേക്ക് കുറച്ച് സമയം മതി. കാരണം അവിടെ എല്ലാ പോപ്പുലേഷനെയും നമ്മൾ കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യണം. ഇവിടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യേണ്ട, സാമ്പിളിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഡേറ്റ കളക്ട് ചെയ്യുന്നുള്ളൂ. ദെൻ കോസ്റ്റ് സെൻസസ് മെത്തേഡിൽ കൂടുതലാണ്, സാമ്പിളിംഗ് മെത്തേഡിൽ കുറവാണ്. ദെൻ സെൻസസ് മെത്തേഡിൽ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ഓൾ ഐറ്റംസ് വിൽ നോട്ട് ബി പോസിബിൾ വെൻ ദ യൂണിവേഴ്സ് ഇസ് ലാർജ്. യൂണിവേഴ്സ് വലുതാണെങ്കിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്താൻ പറ്റില്ല. അതേസമയം സാമ്പിളിംഗ് മെത്തേഡിൽ നമുക്ക് ഡീറ്റെയിൽ സ്റ്റഡി നടത്താൻ പറ്റും, കുറച്ച് സാമ്പിളിനെ മാത്രം സെലക്ട് ചെയ്തിട്ട്. ഇതാണ് മേജർ ഡിഫറൻസസ്. ദെൻ തിയറി ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് തിയറീസ് അല്ലെങ്കിൽ രണ്ട് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ രണ്ട് ലോസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ആൻഡ് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. ആദ്യത്തേത് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ദിസ് ലോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് പ്രോബബിലിറ്റി. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പ്രോബബിലിറ്റി ഇല്ലേ S2 മാത്സിൽ, അതുപോലെ ആ പ്രോബബിലിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്തേക്കുന്ന ഒരു ലോയാണ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. എന്താ പറയുന്നതെന്ന് നോക്കാം. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് if a large size sample is taken at random from a universe, it is likely to possess the same characteristics as that of the universe. നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിൽ നിന്നും റാൻഡമായിട്ട് അവിടുന്ന് ഇവിടുന്നും കുറച്ചധികം സാമ്പിൾ സെലക്ട് ചെയ്യുവാണ്. ഇച്ചിരി സാമ്പിൾ പോരാ, ലാർജ് സൈസ് സാമ്പിൾ കുറേ അധികം സാമ്പിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സെലക്ട് ചെയ്യുന്ന സാമ്പിളുകൾക്കെല്ലാം ഒരേ സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. രണ്ടാമത്തത് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. ഇത് നമ്മൾ ആദ്യം നോക്കിയ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയുടെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് large aggregates are more stable than small ones. കൂടുതൽ അഗ്രിഗേറ്റ്സ് എടുത്താൽ, കൂടുതൽ സാമ്പിൾ എടുത്താൽ അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ടോട്ടൽ ചേഞ്ച് ഈസ് ലൈക്ലി ടു ബി വെരി സ്മോൾ
when a large number of items are taken in a sample. കൂടുതൽ ഐറ്റംസ് സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ചേഞ്ചസ് തീരെ ചെറുതായിരിക്കും, അതായത് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിരിക്കും. അതാണ് രണ്ട് ലോസ്, ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ദെൻ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. ഓക്കെ, മെയിനായിട്ട് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് അഥവാ റാൻഡം സാമ്പിളിംഗ്, അതുപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ടെന്ന് പറയാം, അതല്ലെങ്കിൽ റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും ഉണ്ടെന്ന് പറയാം. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അഥവാ റാൻഡം സാമ്പിളിംഗ് ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ മിക്കവാറും നമ്മൾ നോക്കട്ടെ, റാൻഡം സാമ്പിളിങ്ങിൻ്റെ കംപ്ലീറ്റ് വരെ പോകത്തുള്ളൂ. അതായത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് കംപ്ലീറ്റ് ആയിരിക്കും ഇന്ന് ക്ലാസ്സിൽ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us see what is meant by random sampling. It refers to the technique of sampling based on the fact that every member of a population has a known and equal and independent chance of being selected as sample. റാൻഡം സാമ്പിളിങ്ങിൽ പറയുന്നത് ഇപ്പോൾ 10 ലക്ഷം പോപ്പുലേഷനാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ ആ 10 ലക്ഷം ആൾക്കാർക്കും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഒരു കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാമെന്ന് വിചാരിക്കാം. 40 പേരുള്ള ക്ലാസ് ആണെങ്കിൽ ഒരാൾക്ക് മാത്രം പ്രയോറിറ്റി ഉണ്ടോ? 40 പേർക്കും ഒരേപോലത്തെ ചാൻസ് അല്ലേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സാമ്പിളായിട്ട് സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ട്. ഇത് തിയറി ഓഫ് പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് എ നോൺ സീറോ ചാൻസ് ഓഫ് സെലക്ഷൻ ഫോർ ഈച്ച് പോപ്പുലേഷൻ എലമെൻറ്റ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് റാൻഡം സാമ്പിളിംഗ്. ആരെ വേണേൽ സെലക്ട് ചെയ്യപ്പെടാം അല്ലേ? ആർക്കും സീറോ ചാൻസ് ഇല്ല, നോൺ സീറോ ചാൻസ് ആണ് എല്ലാവർക്കും ഉള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇതിനെ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ചാൻസ് സാമ്പിളിംഗ് എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. റാൻഡം സാമ്പിളിങ്ങിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് ചാൻസ് സാമ്പിളിംഗ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നും കോംപ്ലെക്സ് റാൻഡം സാമ്പിളിംഗ് എന്നും. So the random sampling is again of two types, simple random sampling as well as complex random sampling. Then characteristics നോക്കാം. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ. എല്ലാ പോപ്പുലേഷനും ഒരേപോലെ ഈക്വൽ ചാൻസ് ഉണ്ട് സെലക്ട് ചെയ്യപ്പെടാൻ. രണ്ടാമത്തത് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിംഗ്. എല്ലാ സാമ്പിളും ഒരുപോലെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ദെൻ മെഷറിംഗ് ക്ലോസ്നെസ്. സാമ്പിളിംഗ് എറേഴ്സ് അല്ലെങ്കിൽ സാമ്പിളിംഗ് ബയേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്താൽ അവിടെ സാമ്പിൾ സെലക്ട് ചെയ്യപ്പെടാനുള്ള ക്ലോസ്നെസ് അറിയാൻ പറ്റും. വി ക്യാൻ മെഷർ ദ ക്ലോസ്നെസ്. Now advantages and disadvantages of probability sampling. ആദ്യം അഡ്വാൻറ്റേജസ് നോക്കാം. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ വേ ഓഫ് സാമ്പിളിംഗ്. ഞാൻ ജസ്റ്റ് വായിച്ചു വിടാണ്, നിങ്ങൾ നോക്കി പോയാൽ മതി. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മനസ്സിലാകാത്ത പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇറ്റ് ക്യാൻ ബി ഡൺ ഈവൻ ബൈ നോൺ ടെക്നിക്കൽ പേഴ്സൺസ്. ഈവൻ വലിയ നോളജൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും ഈ മെത്തേഡ് ചെയ്യാൻ പറ്റും. There is possibility to make inferences about the population. പോപ്പുലേഷനെ പറ്റിയിട്ട് നമുക്കൊരു ഇൻഫറൻസ് തരാൻ പറ്റും. It is effective even if detailed information is absent. It provides estimates which are essentially unbiased and have measured precision.
Probability sampling involves lesser degree of judgment. അധികം ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. It is possible to evaluate the relative efficiency of various sample designs only when probability sampling is used. There is absence of systematic error as well as sampling bias. It is useful for higher level of reliability of research findings. It gives the investigator the best chance to create a sample that is the true representative of the population. Any disadvantages? നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലെക്സ് ആണ്. കൂടുതൽ ടൈം പ്ലാനിങ്ങിനും എക്സിക്യൂഷനും ആവശ്യമായിട്ട് വരുന്നു. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ദർ ഇസ് ചാൻസ് ഓഫ് സെലക്ടിങ് ഓൺലി സ്പെസിഫിക് ക്ലാസ് ഓഫ് പീപ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈക്വൽ ചാൻസ് ഉണ്ട് എന്ന്. എന്നാലും ഒരു പക്ഷേ ചെറിയൊരു കുറച്ച് പേരെ സെലക്ട് ചെയ്യാനുള്ള ചെറിയൊരു ചാൻസ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഒരാളെ തന്നെ എപ്പോഴും പൊക്കുന്നു എന്നൊക്കെ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയാറില്ലേ? കുറച്ച് അലമ്പായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ എപ്പോഴും അയാളെ പൊക്കുന്നു എന്നൊക്കെ പറയില്ലേ? അതുപോലെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകാനുള്ള ചാൻസും ഇവിടെ ഉണ്ട്. ഇനി ടൈപ്സ് നോക്കാം. പ്രോബബിലിറ്റി സാമ്പിളിംഗ് പൊതുവെ 6 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, ആ 6 ടൈപ്സാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ ഇസ് ചാൻസ് സെലക്ഷൻ. രണ്ടാമത്തത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആൻഡ് ഫൈനലി മൾട്ടി ഫേസ് സാമ്പിളിംഗ്. ഒരു കോഡ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുക. CSS-CMM എന്ന കോഡ് വെച്ചിട്ട് വേണമെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് നോക്കുക. CSS എന്ന് വെച്ചാൽ C ചാൻസ് സെലക്ഷൻ, S സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, S സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, പിന്നെ C ക്ലസ്റ്റർ സാമ്പിളിംഗ്, M മൾട്ടി സ്റ്റേജ്, അടുത്ത M മൾട്ടി ഫേസ്. അതാണ് CSS-CMM. ഓക്കെ, എന്താണെന്ന് നോക്കാം. റാൻഡം സാമ്പിളിംഗ് അഥവാ ചാൻസ് സാമ്പിളിംഗ് നമ്മൾ മെയിൻ ഹെഡിങ്ങിൽ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ആദ്യം പറയുന്നത്. ചാൻസ് സെലക്ഷൻ അല്ലെങ്കിൽ ചാൻസ് സാമ്പിളിംഗ് എന്നും. അതായത് എല്ലാ സാമ്പിളിനും ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ലൈക്സിനും ഡിസ്ലൈക്സിനും ഒന്നും വലിയ വിലയൊന്നുമില്ല. നമ്മുടെ ആരാണോ സർവേ നടത്തുന്നത് അയാളുടെ ഇഷ്ടത്തിനും ഇഷ്ടക്കേടിനും ഒന്നും വലിയ വാല്യൂ ഒന്നുമില്ല. എല്ലാവരെയും ഒരേപോലെ ഈക്വൽ ചാൻസ് ആണ്. ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടാവത്തില്ല. അതിനുള്ള എക്സാമ്പിൾസ് 1-2 പറയുന്നുണ്ട്. ലോട്ടറി മെത്തേഡ്. ഈ റാൻഡം സാമ്പിളിങ്ങിലെ ഏറ്റവും പോപ്പുലർ ആൻഡ് സിമ്പിൾ മെത്തേഡാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. സാധാരണ ഒരു ലോട്ടറി അടിച്ച ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തില്ലേ, അതേപോലെ റാൻഡമായിട്ടല്ലേ അത് എടുക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് സ്ലിപ്സ് ഓഫ് പേപ്പറിൽ, ഓരോ കഷ്ണം പേപ്പറിൽ സെയിം സൈസുള്ള പേപ്പറായിരിക്കും, സെയിം ഷേപ്പായിരിക്കും, സെയിം കളറായിരിക്കും. അതിൽ നമ്മുടെ ഡേറ്റാസ് ഓരോന്ന് എഴുതി വെക്കുന്നു, ഫോൾഡ് ചെയ്ത് വെക്കുന്നു യൂണിഫോം മാനറിൽ. എന്നിട്ടൊരു കണ്ടെയ്നറിലിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് റാൻഡമായിട്ട് ഒരു ലോട്ട് എടുക്കുന്നു. നമ്മൾ സാധാരണ കുറി എടുക്കില്ലേ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ കണ്ടുപിടിക്കാൻ, ഏകദേശം അതുപോലത്തെ ഒരു മെത്തേഡാണ് ലോട്ടറി മെത്തേഡ്. രണ്ടാമത്തത് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്. റാൻഡം സാമ്പിൾസ് ക്യാൻ ബി സെലക്റ്റഡ് by using random number table. റാൻഡം നമ്പർ ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ടൈപ്പ് ടേബിൾസ് ആണുള്ളത്. ടിപ്പറ്റ്സ് റാൻഡം നമ്പർ ടേബിൾ, ഫിഷർ ആൻഡ് യേറ്റ്സ് ടേബിൾ, കെൻഡൽ ആൻഡ് ബി സ്മിത്ത് ടേബിൾസ്. അതിലാദ്യത്തത് ടിപ്പറ്റ്സ് റാൻഡം നമ്പർ ടേബിൾ. ഈ ടിപ്പറ്റ് റാൻഡം നമ്പർ ടേബിൾ എന്ന് പറയുന്നത് ടിപ്പറ്റ് എന്ന് പറയുന്ന ആളാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൽ കുറേ നമ്പേഴ്സ് നമ്മൾ റോസിലും കോളംസിലുമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്പർ യൂസ് ചെയ്തായിരിക്കും സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. 10,400 ഡിജിറ്റ് നമ്പേഴ്സാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന ടേബിളിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ 4000 പോപ്പുലേഷനിൽ നിന്നും ഒരു 10 പോപ്പുലേഷനെ സെലക്ട് ചെയ്യണമെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 1 to 4000 എന്ന് പറയുന്ന പോപ്പുലേഷൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. അതിൽ നിന്ന് ആദ്യത്തെ 10 നമ്പേഴ്സ് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. കാരണം ആ നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി റാൻഡം ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതല്ലാതെ ഫിക്സഡ് ആയിട്ട് 1 2 3 4 ഒന്നും വന്ന് കിടക്കത്തില്ല. അതാണ് ടിപ്പെറ്റ്സ് റാൻഡം നമ്പർ ടേബിൾ. രണ്ടാമത്തേത് ഫിഷർ ആൻഡ് യേറ്റ്സ് ടേബിൾ. ഇതിൽ 15000 ഡിജിറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് റോസിലായിട്ട്. അതിൽ തന്നെ വി ഹാവ് ടു ഡ്രോ ദ നമ്പേഴ്സ് അറ്റ് റാൻഡം ഫ്രം 10th to 19th ഡിജിറ്റ് ഓഫ് AS Thompson's 20 figure logarithm ടേബിൾ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾ പഠിക്കണ്ട, അത് വരില്ല പൊതുവേ. ജസ്റ്റ് ആ 3 ടേബിളിൻ്റെ പേര് നോക്കിയാലും മതി കേട്ടോ. മൂന്നാമത്തത് കെൻഡൽ ആൻഡ് BB സ്മിത്ത് ടേബിൾ. ഇവിടെ 1 lakh ഡിജിറ്റ്സ് ആണുള്ളത്. അതിനെ തന്നെ 25,000 സെറ്റ്സ് ആയിട്ട് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ള 25,000 സെറ്റ്സ് ആയിട്ട് തരംതിരിച്ച് വെച്ചേക്കുവാണ്. അതിൽ നിന്ന് റാൻഡം ആയിട്ടായിരിക്കും സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്. ദെൻ മൂന്നാമത്തേത് ഗ്രിഡ് സിസ്റ്റം. ഇത് യൂസ് ചെയ്യുന്നത് ഒരു ഏരിയയിൽ നിന്നും സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എ മാപ്പ് ഓഫ് ദ എൻറ്റയർ ഏരിയ ഈസ് പ്രിപ്പയർഡ്. ആ ഏരിയയുടെ ഫുൾ മാപ്പ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നിട്ട് ആ സ്ക്രീനിനെ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. മാപ്പിൻ്റെ പുറത്ത് കുറേ സ്ക്വയേഴ്സ് എന്ന രീതിയിൽ അത് ഡിവൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് റാൻഡമായിട്ട് ചില സ്ക്വയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പം നമുക്ക് ഓൾറെഡി മാപ്പിൽ ഇന്ത്യയുടെ മാപ്പൊക്കെ ചിലത് നോക്കുമ്പോൾ കുറേ സ്ക്വയേഴ്സിൻ്റെ അകത്ത് ഇന്ത്യയുടെ മാപ്പ് കിടക്കുന്ന കാണത്തില്ലേ. അപ്പോൾ അതിൽ നിന്ന് റാൻഡമായിട്ട് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പീസസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഏരിയ ആയിരിക്കും പഠിക്കുന്നത്. അതാണ് ഗ്രിഡ് സിസ്റ്റം. ദെൻ നാലാമത്തത് ആൽഫബറ്റിക്കൽ ലിസ്റ്റ്. അണ്ടർ ദിസ് പ്ലാൻ the names are first arranged serially according to alphabetical order. Then out of the list every 10th or any other number is taken up. നമുക്ക് സർവേ ചെയ്യേണ്ട ആ ഫുൾ പോപ്പുലേഷനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഒന്നെങ്കിൽ എല്ലാ 5ാമത്തെ പോപ്പുലേഷൻ എടുക്കുന്നു. അത് ആദ്യത്തെ 5ാമത്തെ എടുത്തു, 10ാമത്തെ എടുത്തു, 15 എടുത്തു, ആ രീതിയിൽ. അല്ലെങ്കിൽ 10ാമത്തെ എടുത്തു, 20 എടുത്തു, 30 എടുത്തു, ആ രീതിയിൽ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. അതാണ് ആൽഫബറ്റിക്കൽ ലിസ്റ്റ്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റ് എന്ന് പറയുന്നത് നോ പേഴ്സണൽ ബയസ്. നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ ചെയ്യുന്നത്, ഓരോ റൂള് പ്രകാരം അല്ലെങ്കിൽ ഓരോ മെത്തേഡ് പ്രകാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബയസ് ഇവിടെ ഉണ്ടാവില്ല. രണ്ടാമത്തത് ഈസി ആക്സസിബിലിറ്റി ഓഫ് അക്യുറസി കൂടുതലായിരിക്കും. എൻഷ്യൂർസ് ദ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ലോ ഇല്ലേ, ആ ലോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റിലയബിൾ ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഡീമെറിറ്റ്സ് നോക്കാം. ഡിഫിക്കൽട്ട് ടു ഹാവ് അപ് ടു ഡേറ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് കിട്ടാൻ അല്പം പാടാണ്. ടൈം കൺസ്യൂമിംഗ് ആണ്. കൂടുതൽ ഏരിയ കവർ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കൂടുതൽ സമയം ആവശ്യം വരും. ഒരു പക്ഷേ അൺറിലയബിൾ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. സാമ്പിൾ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ സൈസ് ചെറുതാണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് റിലയബിൾ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഐറ്റംസ് ഹോമോജീനിയസ് ആകണം എന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ ഹെട്രോജീനിയസ് ആകാം. ഇതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, അതായത് ചാൻസ് സാമ്പിളിംഗ് അഥവാ റാൻഡം സാമ്പിളിംഗ് ആണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അതേതായിരുന്നു? സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നാലോചിച്ച് നോക്കിയേ. CSS. അതിൽ ആദ്യത്തെ എസ്, ആ എസ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് അല്ലേ? Under this method, the whole of the universe or group is divided into various strata or subgroups of items possessing similar characteristics, and a sample is drawn from each stratum or subgroup at random.
ഇവിടെ ചെയ്യുന്നത് മൊത്തവും യൂണിവേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പല പല സ്ട്രാറ്റാസ് ആയിട്ട് അല്ലെങ്കിൽ പല പല സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ ഒരു ഗ്രൂപ്പാക്കും, ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ വേറെ ഗ്രൂപ്പാക്കും. അങ്ങനെ കുറേ ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളും ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും റാൻഡമായിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറേ സ്ട്രാറ്റാസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സ്ട്രാറ്റിഫൈഡ് എന്ന പേര് വന്നത്. ഇത് പൊതുവെ ഹെട്രോജീനിയസ് സാമ്പിൾസിനാണ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, for studying the consumption pattern of people in Kerala, the state may be divided into a number of zones and from each zone a sample may be taken at random. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ കൺസംഷൻ പാറ്റേൺ ആണ് പഠിക്കേണ്ടതെങ്കിൽ കേരളത്തിനെ പല പല സോണുകളായിട്ട് തിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സോൺസ് സാമ്പിളായിട്ട് സെലക്ട് ചെയ്തിട്ട് പഠിക്കും. ഈ പറഞ്ഞ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് പ്രൊപ്പോർഷണൽ സാമ്പിളിങ്ങും രണ്ടാമത്തത് നോൺ പ്രൊപ്പോർഷണൽ സാമ്പിളിങ്ങും. ഇൻ പ്രൊപ്പോർഷണൽ സാമ്പിളിംഗ്, ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ ഇസ് ഗിവൺ ടു സബ് ഗ്രൂപ്പ്സ് ഓഫ് സ്ട്രാറ്റ. ഇവിടെ സബ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രാറ്റ ഉണ്ടാക്കാൻ നേരത്ത് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പോപ്പുലേഷനെ ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതേസമയം നോൺ പ്രൊപ്പോർഷണൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിൽ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഇസ് ഗിവൺ ടു ഓൾ സബ്സ്ട്രാറ്റ റിഗാർഡ്ലെസ് ഓഫ് ദെയർ എക്സിസ്റ്റൻസ് ഇൻ ദ പോപ്പുലേഷൻ. അതിൻ്റെ എക്സിസ്റ്റൻസ് നോക്കാതെ തന്നെ വേറെ രീതിയിലായിരിക്കും ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് നോൺ പ്രൊപ്പോർഷണൽ സാമ്പിളിംഗ്. നെക്സ്റ്റ് ഇസ് മെറിറ്റ്സ് ഓഫ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ മെറിറ്റ്സ് കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്, കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, മോർ കൺവീനിയൻ്റ് ആണ്, കൂടുതൽ അക്യുറസി ഉണ്ട്, കോസ്റ്റ് അതുപോലെ തന്നെ ടൈം കുറവായിരിക്കും, ചിലവ് കുറവായിരിക്കും, സമയവും കുറച്ച് മതി. ആസ് വെൽ as it will be easy to locate. നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. Then gives weightage. It facilitates giving appropriate weightage to particular group which are small but more important. കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇൻ ടാക്ലിംഗ് ദ പ്രോബ്ലംസ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ കുറച്ചുകൂടെ എഫക്റ്റീവാണ്. ദെൻ ഡീമെറിറ്റ്സ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫിക്കൽട്ടി ഇൻ സ്ട്രാറ്റിഫൈങ്, ചാൻസ് ഓഫ് ബയസ്, requirement of prior knowledge, difficult to fix the sample, stratification errors. ഇത്രയുമാണ് ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ മൂന്നാമത്തെ എസ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? CSSലെ മൂന്നാമത്തെ എസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് method in which samples from a large population are selected according to a random starting point but with a fixed uniform interval, order or space. This interval is called sampling interval. Systematic sampling ൽ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ പോപ്പുലേഷൻ, ലാർജർ പോപ്പുലേഷനിൽ നിന്നും റാൻഡമായിട്ട് കുറച്ച് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുവാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നു. ഒരു ഫിക്സഡ് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ഫിക്സഡ് യൂണിഫോം ഇൻ്റർവെല്ലിന് ശേഷം അടുത്ത കുറച്ച് സെറ്റ് സെലക്ട് ചെയ്യുന്നു. പിന്നെയും കുറച്ച് ഫിക്സഡ് ഇൻ്റർവെല്ലിന് ശേഷം വീണ്ടും അടുത്തൊരു സെറ്റിനെ സെലക്ട് ചെയ്യുന്നു. ഈ പറയുന്ന ഇൻ്റർവെല്ലിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് ഇൻ്റർവെൽ. ഓക്കെ. അഡ്വാൻറ്റേജസ്. It is much simpler than random sampling. റാൻഡം സാമ്പിളിങ്ങിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുണ്ട്.
ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ എ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ ഈ മെത്തേഡ് ചെയ്യുമ്പം ആദ്യത്തെ ഒരെണ്ണം സെലക്ട് ചെയ്തു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആൽഫബറ്റിക് ഓർഡറിലൊക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു മെത്തേഡാണിത്. ദെൻ അടുത്ത അഡ്വാൻറ്റേജ്, it is easy to instruct the field investigators to use this method. ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനോട് ഈ മെത്തേഡ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കാൻ എളുപ്പമുണ്ട്. ടൈം കുറച്ച് മതി, അതുകൊണ്ട് തന്നെ ചീപ്പറാണ്, കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, റിസ്ക് കുറവാണ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. പ്രത്യേകിച്ച് ഡീമെറിറ്റ്സ് ഒന്നും പറയാനില്ല ഈ മെത്തേഡിൽ, സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ. ഓക്കെ, ദെൻ അടുത്തത് 4ാമത്തെ ടൈപ്പ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? സി കൊണ്ടുള്ളത് ഏതാ? CSS CMMലെ അടുത്ത സി, ക്ലസ്റ്റർ സാമ്പിളിംഗ്. It is a method of sampling in which the whole universe is divided into certain subgroups called clusters. ഇവിടെ എൻറ്റയർ യൂണിവേഴ്സിനെ കുറച്ച് സബ് ഗ്രൂപ്പ്, നേരത്തെ പറഞ്ഞ പോലെ സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ സബ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ക്ലസ്റ്റേഴ്സ്. സം ഓഫ് സച്ച് ക്ലസ്റ്റേഴ്സ് ആർ സെലക്റ്റഡ് അറ്റ് റാൻഡം ടു പ്രൊവൈഡ് ദ സാമ്പിൾ. സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ ഈ പറഞ്ഞ ക്ലസ്റ്റേഴ്സിൽ നിന്നും ഏതെങ്കിലും കുറച്ച് ക്ലസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. All the units belonging to these selected clusters constitute the desired sample. നമ്മുടെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ ക്ലസ്റ്റേഴ്സ് ഇല്ലേ, ആ ക്ലസ്റ്റേഴ്സ് എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ ഡിസയേർഡ് സാമ്പിൾ റെഡിയാവും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, കൂടുതൽ കൺവീനിയൻ്റ് ആണ്, കുറച്ചുകൂടെ ഈസിയർ ആണ്, കോസ്റ്റ് കുറച്ച് മതി, ടൈം കുറവ് മതി, അതുപോലെ റെഡി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് യൂണിറ്റ്സ് ആണ്. ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ പെട്ടെന്ന് വരുത്താൻ സാധിക്കും. ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, വേരിയേഷൻ ഇൻ ക്ലസ്റ്റർ സൈസ്. ക്ലസ്റ്ററിൻ്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ക്ലസ്റ്ററിൻ്റെ സൈസ് വ്യത്യാസം വന്നാൽ സാമ്പിളിങ്ങിൽ റിസൾട്ടിന് ചെറിയ വേരിയേഷൻ വരാം. കൂടുതൽ സാമ്പിളിംഗ് എറർ, ഈ പറഞ്ഞ വേരിയേഷൻ കൊണ്ട് തന്നെ കുറച്ചുകൂടെ സാമ്പിളിംഗ് എറർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് മച്ച് എഫിഷ്യൻസി കുറവാണ്. അത്രയുമാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ക്ലസ്റ്റർ സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഒന്ന് നോക്കുക. ക്ലസ്റ്റർ സാമ്പിളിങ്ങിലെ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ക്ലസ്റ്ററാണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിലോ പോപ്പുലേഷൻ എലമെൻറ്റ് തന്നെയാണ് സാമ്പിളിംഗ് യൂണിറ്റ്. പിന്നെ ഇവിടെ ക്ലസ്റ്ററിൽ പോപ്പുലേഷനെ പല ക്ലസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിലാണെങ്കിൽ പോപ്പുലേഷനെ പല സബ് ഗ്രൂപ്പ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. ആ സബ് ഗ്രൂപ്പിൻ്റെ പേരാണ് സ്ട്രാറ്റ. ദെൻ ക്ലസ്റ്ററിങ്ങിൽ ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയാസ്. അതേസമയം സ്ട്രാറ്റിഫിക്കേഷനിലോ ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് വേരിയബിൾസ് അണ്ടർ സ്റ്റഡി. പഠിക്കുന്ന വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അപ്പുറത്തെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ക്ലസ്റ്ററിൽ റാൻഡം സെലക്ഷനാണ് സബ് ഗ്രൂപ്പ്സിൻ്റെ. അതുപോലെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ റാൻഡം സെലക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓരോ സബ് ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ചെയ്യുന്നുണ്ട്. സാമ്പിളിംഗ് എറർ ക്ലസ്റ്ററിന് കൂടുതലാണ്, സ്ട്രാറ്റിഫൈഡിന് സാമ്പിളിംഗ് എറർ കുറവാണ്. ക്ലസ്റ്ററിന് കോസ്റ്റ് കുറവാണ്, പക്ഷേ സ്ട്രാറ്റിഫൈഡിന് കോസ്റ്റ് കൂടുതലാണ്. ഇത്രയുമാണ് മേജർ ഡിഫറൻസസ്. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് CMMലെ M, മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങും മൾട്ടി ഫേസ് സാമ്പിളിങ്ങും. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സാമ്പിളിംഗ് പ്രൊസീജിയർ which combines both the cluster sampling and stratified sampling methods. ഈ പറഞ്ഞ രണ്ട് മെത്തേഡിൻ്റെയും കൂടെ ഏകദേശം ഒരു സം ടോട്ടലാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ദെൻ മൾട്ടി ഫേസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സാമ്പിളിംഗ് പ്രൊസീജിയർ ഇൻ വിച്ച് we collect some information from the whole unit sample and additional information is also collected at the same time.
ഫുൾ യൂണിറ്റിനെ എടുത്ത് പഠിക്കുന്നു, അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ടോട്ടലി കിട്ടാൻ പറ്റുന്നു. ഇതാണ് മൾട്ടി ഫേസ് സാമ്പിളിംഗ്. ഇത്രയായിരുന്നു പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ്. 6 എണ്ണം ഉണ്ടായിരുന്നു. CSS, CMM എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഒന്നുകൂടി ജസ്റ്റ് റീവൈൻഡ് ചെയ്ത് നോക്കാം ഏതൊക്കെയായിരുന്നു എന്ന്. ആദ്യത്തേത് ചാൻസ് സെലക്ഷൻ, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജസ് സാമ്പിളിംഗ്, മൾട്ടി ഫേസ് സാമ്പിളിംഗ്. നോട്ട്സ് ഷോർട്ടായിട്ട് എഴുതി നോട്ട്ബുക്കിലോട്ട് പകർത്തുക. ടെക്സ്റ്റ് ബുക്ക് എത്രയും പെട്ടെന്ന് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. കാരണം നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ പ്രോബ്ലംസ് ഒക്കെ തരാൻ നേരത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് കൂടെ ഉള്ളതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞായിരുന്നു ഡോക്ടർ KGC നായരുടെ ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇടയ്ക്ക് കോളേജിൽ ഇനി എപ്പോൾ വരാൻ പറ്റും എന്നറിയില്ലല്ലോ. കോളേജിൽ വന്നിരുന്നെങ്കിൽ ലൈബ്രറിയിൽ ബുക്സ് അവൈലബിൾ ആയിരുന്നു. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങുക, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കുക, അതോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു.